എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും. അവഗണന ഈസ് സംതിങ് ഡിഫറെന്റ്. നമുക്ക് ഗ്രീൻ റൂമൊന്നും ഡ്രസ്സിംഗ് റൂമിനൊന്നും ഇല്ല. പിന്നെ ബോയ്സിന് പിന്നെയും കുഴപ്പമില്ല, ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അവർക്കൊരു പ്രൈവസി ഇല്ല, ഒന്നുമില്ല. പെൺകുട്ടികൾ തുള്ളൽ അവതരണത്തിയ കുട്ടികൾക്ക് അവഗണന എന്നാണ് പരാതി. തുള്ളലിന് വേഷങ്ങൾ മാറുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. സാഹിത്യ അക്കാദമി ക്യാമ്പസിലെ ഈ തുറന്ന പ്രദേശത്താണ് കുട്ടികൾ തുള്ളലിനായി ഒരുങ്ങിയിട്ടുള്ളത്. വർണ്ണവിഭൂഷിതനായി അലങ്കൃതനായ ഒരു വിദ്യാർത്ഥിയെ കാണാം. ഈ തുറന്ന സ്ഥലത്താണോ നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്? അതെ. ഇതൊരു അവഗണനയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അതെ, നമുക്ക് ഗ്രീൻ റൂമൊന്നും ഡ്രസ്സിംഗ് റൂമിനൊന്നും ഇല്ല. പിന്നെ ബോയ്സിന് പിന്നെയും കുഴപ്പമില്ല, ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അവർക്കൊരു പ്രൈവസി ഇല്ല, ഒന്നുമില്ല. പെൺകുട്ടികൾ ഇവിടെ ഇതിലാണ് ഈ നിങ്ങൾ ഈ വിഷയം അവഗണന എന്ന് പറഞ്ഞാൽ പോരാ, അതൊരു ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും. അവഗണന ഈസ് സംതിങ് ഡിഫറെന്റ്. ഒരു ബേസിക് കാര്യമല്ലേ, അവർക്കൊന്ന് ഡ്രസ്സ് മാറ്റാനുള്ള ഒരു അവസരം എന്ന് പറയുന്നതല്ല, ഒരു ബേസിക് കാര്യമാണ്. ഒരു അവഗണന എന്നതിനപ്പുറം ഒരു കടുത്ത വാക്ക് പറയേണ്ടി വരും. എന്താ നിങ്ങൾ ഇത് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? ഞാൻ ആരോട് സൂചിപ്പിച്ചിട്ടൊന്നുമില്ല. ഞാനിവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ തൽക്കാലം കൈകാര്യം ചെയ്തു. അപ്പം അത് നിങ്ങൾ മാധ്യമങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നതായിരിക്കും. ഈ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ് അവിടെ വസ്ത്രം ചേഞ്ച് ചെയ്ത് തുള്ളലൊക്കെ മത്സരം ബുദ്ധിമുട്ടാണ്. അവർ പുറകിലൊക്കെ പോയി അങ്ങനെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ടീച്ചർ എന്താണ് ആ അമ്മമാരൊക്കെ തുണിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയാണ്. എന്താണ് ഇതിൽ എന്തായിരുന്നു വലിയ ബുദ്ധിമുട്ടായില്ല ഡ്രസ്സൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ? ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് 2-3 പേര് അവരെ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ പറ്റില്ല, നിങ്ങൾ പുറത്ത് പറയും, വരാന്തയിൽ പോയി അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ഇത് അക്കാദമിയുടെ സ്ഥലമാണ്, അപ്പോൾ അക്കാദമിക്ക് പരിമിതികളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്ഥലത്ത് ഈ പൊതുവേദിയിൽ ഇപ്പം ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചമില്ലാത്ത അവസ്ഥയാവും. പിന്നെ ഞങ്ങൾ മൊബൈലിൽ ടോർച്ച് അങ്ങനത്തെ. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം. നാളെയും ഇവിടെ ഓട്ടംതുള്ളൽ മത്സരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, മൊത്തം കലാകാരന്മാർക്ക്. അദ്ദേഹം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അദ്ദേഹത്തിന് ഇനി കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെളിച്ചം പോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവാകുമ്പോൾ ഇരുട്ട് വരുമ്പോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യും അറിയില്ല. വെളിച്ചം സംവിധാനങ്ങളൊന്നും തന്നെ തയ്യാറാക്കിയിട്ടില്ല. അതൊരു വലിയ ആശങ്കയാണെന്നുകൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.